ഇസ്രായേൽ എംബസിയിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സ്ഫോടക വസ്തു നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമാണ് തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ജിൽബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിൽബി വിവരങ്ങൾ. ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ നിയന്ത്രിത സ്ഫോടനത്തിൽ വിവിധ അന്വേഷണ ഏജൻസികളാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഏകദേശം ഇതുവരെ 10 പേരെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്നത്. അജ്ഞാതർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ഫോടക വസ്തു നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ കേസെടുക്കാൻ പാകത്തിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതായിട്ട് പോലീസ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അന്വേഷണം NIAക്ക് കൈമാറാനും സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതിയെ ഭീഷണിപ്പെടുത്തുക എന്നതായിരുന്നു സ്ഫോടനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായാണ് ഭീഷണി അടങ്ങിയ കത്ത് പ്രദേശത്തു നിന്ന് ലഭിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം എന്നും അല്ലെങ്കിൽ ഈ സംഭവങ്ങളെയൊക്കെ ഇപ്പോൾ പോലീസ് നോക്കിക്കാണുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണവും മുമ്പോട്ട് പോകുന്നത്. അതിനിടെ ഈ 2021 എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് സമാനമാണ് നിലവിലെ സംഭവമെന്നും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു. NSGയുടെ ലബോറട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ നിന്ന് സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായേക്കുമെന്നാണ് ഇപ്പോഴത്തെ പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും നിലവിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകി.